കൃത്യസമയത്ത് നമ്മൾ എന്നും എത്തുന്നത് പോലെ തന്നെ ഇന്നും എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി. കാരണം നമ്മുടെ ജഡ്ജസ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ കുട്ടിപ്പാട്ടുകാര് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആയി വരികയാണ്. പാട്ടിലായാലും പെർഫോമൻസിലായാലും സംസാരത്തിലായാലും ഒക്കെ. അങ്ങനെ ഇന്നും നമ്മൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പോകുന്നു. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അറിയാൻ പോകുന്നു. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ. എന്തോ ആര്യ ചേച്ചി. ഹലോ ഹലോ. മധു അങ്കിൾ വെൽക്കം. ഭയങ്കര ഉൾപ്പുളകാണല്ലോ. ആർക്ക്? നമുക്ക് എല്ലാവർക്കും ഇല്ലേ? എനിക്ക് എല്ലാ ദിവസവും തുടങ്ങുമ്പോ ഒരു ഉൾപ്പുളകം ഉണ്ട്. കണ്ടോ? ജലദോഷത്തിന്റെ എന്തോ മരുന്ന് മാറി കഴിച്ചത് കുറച്ചെണ്ണം കഴിക്കുന്നില്ലേ? അത് ജലദോഷത്തിന്റെ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അല്ല, അത് ഉൾപ്പുളകത്തിന്റെ മരുന്നാണ്. ഉൾപ്പുളകങ്ങൾ തേടിയുള്ള ഒരു യാത്രയുടെ യാനത്തിന്റെ ഒരു വഴിവക്കിലാണ് നമ്മുടെ മീനുകുട്ടി ടോപ്പ് സിംഗറിൽ എത്തിപ്പെടുന്നു. അയ്യോ, അതെ, ഒന്നും സംഭവിച്ചില്ല. പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, ഉൾപ്പുളവും ദിവസേന കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ. അതെ, ഇന്നും നമ്മൾ കുറെ ഉൾപ്പുളകം കൊള്ളാനുള്ള നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകളുമായിട്ട് ഇവിടെ കുറെ പേര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ജഡ്ജസിനോട് കുറെ പുതിയ പുതിയ കഥകൾ കുറെ പേർക്ക് പറയാനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതൊക്കെ വഴിയെ പറയും. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. മീനുട്ടി കാണിച്ചു കൊടുക്ക്. ഹെഡ് വോയിസ്. അതാ അവസ്ഥയാണ് എനിക്ക്. ചെസ്റ്റ് വോയിസ് നമ്മൾ രണ്ടാളും ഓക്കെയാണ് ഇപ്പൊ. ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാത്തോണ്ടോ? കണ്ടോ, ഒരേ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജലദോഷം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം നമുക്കുണ്ട്. സന്തോഷായി. മീനുകുട്ടിക്ക് അങ്ങനെ സന്തോഷായി. വന്നപ്പോ സന്തോഷല്ല. അവള് അങ്ങനെയെങ്കിലും മീനൂട്ടി ഹെഡ് വോയിസ് എന്താ ചെസ്റ്റ് വോയിസ് എന്താന്ന് പഠിച്ചല്ലോ. അതെ, കാറ്റ് വരുന്നത് ഹെഡ് വോയിസ്. ഇനി വിസിൽ രജിസ്റ്റർ കൂടെ വരും. അത് വരില്ല ഇപ്പൊ. അതൊന്നാ ഇതങ്ങ് പോയാലും അടിച്ച്. ഇനി വരാൻ പോകുന്നത് വളരെയധികം ഇതുപോലെ ഒന്നല്ല, ദയുള്ള എന്നെ പോലെ. ആര്യ നല്ല ദയുണ്ട്. കാരണം ഇന്ന് വന്നപ്പോ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചോണ്ടാ വന്നേ. അതുകൊണ്ട് ഞാൻ 4 നേരം പറയും ആര്യ ചേച്ചിക്ക് ദയുണ്ട്. നമ്മുടെ മേഴ്സിക്കുട്ടി വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ദയാമോൾ ഓൺ സ്റ്റേജ്. അയ്യോ, എന്താ കയ്യിലും കാലിലും ഒക്കെ പൂവാണോ? പൂക്കൾ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി. അതാണോ പാടണേ? അല്ല, അതല്ലേ? ഞാനും അതാന്ന് വിചാരിച്ചു. അതല്ല, പിന്നെ ഏതാ? പ്രിയതമാ. അതാണല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ തന്നെ ഒരു സംഗതി. ദേവരാ മാസ്റ്റർ. അതെ, ശകുന്തള. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. വർഷം 1965. പാടിയത് സുശീലാമ്മ. ശകുന്തളേ ശകുന്തളേ. പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം ഇങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ
അടിപൊളി. നൈസ് നൈസ് മോളെ, നൈസ് നൈസ്. മാസിക്കുട്ടിയമ്മേ, എന്തോ ടെൻഷൻ ഉണ്ടല്ലേ? കുറച്ച്. കുറച്ചൊന്നും അല്ല, കുറച്ച് നല്ല ടെൻഷൻ ഉണ്ട്. സാരില്ല കേട്ടോ. ഓക്കെ. ഇനി ഒന്നുകൂടെ പാടിക്കഴിഞ്ഞാൽ സൂപ്പർ ആ. ആയിരിക്കും. അതെ. ഇനി പാടിയ സെറ്റ് ആയിരിക്കും. ഒന്ന് ഒരു ഡീപ്പ് ബ്രെത്ത്, നല്ല ഡീപ്പ് ബ്രെത്ത്. ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തു. ഇനി കുറച്ച് വെള്ളം കൊടുക്കൂ. ഒരു കഥ പറയട്ടെ. ഓക്കെ. പണ്ട് ഞാൻ സാന്റാ സിസ്ലിയ സ്റ്റുഡിയോയില് തോപ്പുംപടി ഇവിടെ. തോപ്പുംപടി, അത് മണിക്കുയിലെ എന്നുള്ള പാട്ടിന്റെ റെക്കോർഡിങ്ങാണ്. അപ്പൊ യേശുദാസ് സാർ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അപ്പോ ട്രെയിനിൽ വന്നിട്ട് ഉടനെ വണ്ടി എടുത്ത് അവിടെ വന്നപ്പോഴത്തേക്കും ദാസ് സാർ വന്നു കഴിഞ്ഞു. അത് ശരി. അപ്പൊ എനിക്ക് പേടി, കാരണം ഞാൻ ഒരുപാട് സ്റ്റെപ്സ് ഇല്ലേ, അതെ അതെ. അതെല്ലാം ഓടി കയറി അവിടെ എത്തിയപ്പോ ആ. ദാസ് സാർ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ട്. എനിക്ക് എന്താടാ ശ്വാസം മുട്ടണേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവന് വെള്ളം കൊടുക്ക്. അപ്പൊ നമ്മൾ ടെൻഷൻ ആവുന്നതെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എത്രയും ബ്രെത്ത് എടുക്കുന്നോ അത്രയും നമ്മുടെ മനസ്സ് കൂടുതൽ സമാധാനമാവും. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. നമുക്ക് എഞ്ചിൻ ഓയിൽ പോലെയാണ് നമ്മുടെ ത്രോട്ടിന് വെള്ളം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? ഇത് രണ്ടും ചെയ്യാം. ഇത് പക്ഷെ പ്രാരംഭമേ ആകുന്നുള്ളൂ. എന്താണ് മാറ്റേണ്ടത്? പ്യാടി. പ്യാടി. പ്യാടി നമ്മൾ എങ്ങനെ മാറ്റും? അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ എനിക്ക് പാടാൻ പറ്റുന്നത് പോലെയാണ് ഞാൻ പാടുന്നത് എന്ന് വിചാരിക്കണം. എനിക്ക് പാടാൻ പറ്റുന്നത് പോലെ ഞാൻ പാടിയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് കോൺഫിഡൻസ്. ഞാൻ പാടിയാൽ ശരിയാവുമോ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടൂല. ഓക്കെ, പോയിന്റ് കിട്ടിയാ? അപ്പൊ ചമത വിരിക്കും തൊട്ട്. ചമത എന്ന് പറഞ്ഞ എന്താ അറിയില്ല. ചമത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിറകാണ്. അത് ഈ ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന വിറകാണ്. അപ്പൊ ശകുന്തള ഏത് ആശ്രമത്തിലാണ്? കണ്വാശ്രമത്തില്. കണ്വ മഹർഷിയുടെ എന്താണ് എടുത്ത് വളർത്തിയ മകളാണ് ശകുന്തള. വളർത്തു മകളാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വിറക് വെച്ചിട്ട് ഹോമത്തിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അതാണ് പറയണത്, ചമത മുറിക്കും വിരലുകൾ എന്നുള്ളത്. അപ്പൊ അവിടെ തൊട്ട് ഒരു പാട്ടായിരിക്കണം. കോൺഫിഡന്റ് അല്ലേ? ഇനി വേണോ എനർജി? വേണം. നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടിക്കും. റെഡി, കം ഓൺ. കോൺഫിഡൻസ് ഇവിടെ ഉണ്ട്, ഇനിയും വരാനുണ്ട്. കോൺഫിഡൻസ് ആകുന്ന നാഥൻ ഇവിടെ ഉണ്ട്. പിന്നെ ശബ്ദം കുറച്ച് ടെൻഷൻ ഉണ്ടോ? കുറച്ച് ജലദോഷം, കുറച്ച് ടെൻഷൻ. അത് സാരമില്ല കേട്ടോ. അപ്പൊ ഇതാണ്, നമുക്ക് ടെൻഷൻ ഉള്ളപ്പോ നമുക്ക് നേരാവണ്ണം പാടാൻ പറ്റില്ല. അതുകൊണ്ട് ടെൻഷൻ പാടില്ല, മൊത്തം ഒഴിവാക്കണം കേട്ടോ. നന്നായിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ. ദയമോൾ, എന്തോ ടെൻഷൻ ഒന്നും അടിക്കല്ലേ എന്റെ പൊന്നു ദയമോളെ. സ്വയം ആദ്യം കുറച്ച് ദയ ഉണ്ടാവട്ടെ. നമുക്ക് നമ്മളോട് തന്നെ ആദ്യം എന്ത് തോന്നണം? ദയ തോന്നണം, ഇല്ലേ? എന്നെ പോലെ പറഞ്ഞോ. ദയക്കുട്ടി ഒന്നും പേടിക്കണ്ട. ദയയുടെ ആളാണ് ദയാൾ. ദയാൾ എന്റെ മോൾ, ദയമോൾ. അപ്പൊ ടെൻഷനൊന്നും വേണ്ട. ടെൻഷൻ മാറിയാൽ തന്നെ ദയക്കുട്ടി അടിപൊളിയാവും. ഒരു ടെൻഷനും വേണ്ട. മാത്രല്ല ഇത്രയും പ്രിറ്റി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്ന് സുന്ദരി കുട്ടിയായിട്ട് അവിടെ എവിടെ മുല്ലപ്പൂ ഒക്കെ വെച്ച്, എന്താ കയ്യിലൊക്കെ?
പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ. പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ. അതെ. എടാ അത് ചുവപ്പ് കളറല്ലേ? അതെ. അപ്പൊ മുല്ലപ്പൂ ആണോ? അത് ചെമ്പരത്തി പൂവാന്ന് എനിക്ക് തോന്നുന്നത്. ആ എന്തെങ്കിലും ആവട്ടെ. കരകാമ്പര പൂന്ന് വെച്ചോപ്പോ. ആ, കാലില് ഒരു മഞ്ഞ കളറൊക്കെ കാണുന്നു. അത് വെറൈറ്റി. അത് വെന്തിപ്പൂവും അതൊരു കാട്ടുപോവാ. വെറൈറ്റി കാട്ടുപോ. അവിടെ മാത്രമേ ഉള്ളൂ അത്. ആ കാട്ടിൽ മാത്രമേ അത് കിട്ടുള്ളൂ. എന്തായാലും സുന്ദരി ശകുന്തള. താങ്ക് യു. നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു. കോസ്റ്റ്യൂം ഒക്കെ കിടിലനായിട്ടുണ്ട്. അതുപോലെ ചേച്ചി. പാട്ടും എന്താവണം? കിടിലനാവും. കിടിലനാവാൻ എന്ത് വേണം? കോൺഫിഡൻസ്. കോൺഫിഡൻസിന് എന്ത് വേണം? ധൈര്യം. ആ പേടിയില്ലാതിരിക്കണം. ഓക്കെ. അത്രേ ഉള്ളൂ. ആ. ഓക്കെ ദേമോൾ, ഓക്കെ. ഐ ലവ് യു. മേഴ്സിക്കുട്ടി, എന്തോ കുട്ടിക്ക് ഒരേ ഒരു ശത്രു ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഭയം. അത് ഭയമാണ് കേട്ടോ. അത് കേതു അഷ്ടമത്തിലാ. അതെ അല്ലേ? അതെ. അപ്പൊ 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 ശനിയോ? ശനി ശരി മൂർധന്യാവസ്ഥയിലാ. ഞാനൊന്നുമില്ല മതി. അപ്പൊ മേഴ്സിക്കുട്ടി, എന്തോ ഭയം അരുത്. ഇന്നു വലിച്ചെറിഞ്ഞിരിപ്പൂ ഞാൻ എൻ വെള്ളി മെതിയടിക്കൊപ്പം, വ്രീളാ നാട്യത്തോടൊപ്പം മധുര കേസരത്തിൻ പൊൻ തടവറ വിട്ടു ഞാൻ പെൺചിറകിൽ പൊൻ പരാഗമായി പറന്നിടട്ടെ. കറക്റ്റ് അല്ലേ? അങ്ങനെ പറക്കണം. നന്ദിയാരോടു ഞാൻ അതെ, ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. അത് ഈ കവിതയല്ല മക്കളുടെ അല്ല, ഓക്കേ, മിക്സ് ചെയ്യല്ലേ. അല്ല, ഇതിന് ഞാൻ- കലോത്സവത്തിന് ഇതിന് പോയ ഞാൻ പോലെ നന്ദിയാരോട് ചൊല്ലുണ്ടു. ഈ ഭയമാണ് ഇന്നത്തെ പാട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് മേഴ്സിക്കുട്ടിയുടെ കഴിവ് എനിക്കറിയാം. ഇതൊക്കെ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. ഇതൊക്കെ ചീള് കേസാണ് സത്യത്തിൽ, പേടിയില്ലെങ്കിൽ കേട്ടാ. പേടി മുഴുവനായിട്ടങ്ങ് പോയിന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ആ. നാഥ എന്നൊക്കെ പറയുമ്പോ നാഥ, അടുത്ത നാഥര് നാഥ. അപ്പോഴൊരു ചെറിയ ഇതുപോലെയല്ല, ഞാൻ ഇത്രയും കൂട്ടിയെന്നേ ഉള്ളൂ. ഒരു ചെറിയ വിറയുണ്ട്. അപ്പം അതൊന്ന് മാറ്റണം. പിന്നെ ചമത മുറിക്കുമാണ് കേൾക്കുന്നത്. മുരിക്കും കേൾക്കണേ. ചമത മുറിക്കും കേട്ടോ. പിന്നെ ഞാനൊരു എന്നാണ് പറയുന്നത്. ഞാൻ അത് ഞാനൊരു അതെ, ഞാനൊരു എന്ന് പറഞ്ഞു. സുശീലാമ്മ തെലുങ്ക് ആണ് സംസാരിക്കുന്നത്, തെലുങ്ക് ഭാഷക്കാരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു എന്നൊക്കെ പാടിയത്. നമ്മളത് നോക്കണ്ട, ഒരു എന്ന് പാടിക്കോ. പിന്നെ മനനന്, മദനൻ എന്നുള്ളതിന്റെ ക്ലാരിറ്റി, മനനൻ എന്ന് കേൾക്കുന്ന മദനന്. പിന്നെ മുനികുമാരിക അല്ലേ കഴിഞ്ഞിട്ട് അവസാനം പേടി കാരണം കൂടെ ഒരു ഉണ്ടായി. പിന്നെ എന്താണ് ലിറിക്സ് അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റുന്ന സൗകര്യത്തിന്. ലിറിക്സ് രാമവർമ്മ സാറ് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ ചെസ് കളിക്കുന്ന പോലെ? അല്ല, ലിറിക്സ് റിലിക്സ് ആയത് തിരിഞ്ഞുപോയി. ടെൻഷനിൽ മാറിപ്പോയത് ആണല്ലേ? അല്ലേ? പ്രണവം ചൊല്ലും ചുണ്ടുകളാൽ നടത്തി അവിടെ പുളകം ചൂടും പൂവടലും അതൊക്കെ ആ ലൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ വോയിസ് ഇങ്ങനെ വീക്കായി പോകുന്നു പേടി കാരണം കൊണ്ട്, ഈ എന്റെയൊക്കെ ആകുമ്പോഴത്തേക്കുവേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പ്രശ്നം ഉണ്ടായത്. പക്ഷെ ആകെ മൊത്തത്തിൽ നോക്കുമ്പോ ഒരു ചന്തം ഉണ്ടായിരുന്നു പാട്ടില് കേട്ടോ. ആ പേടി ഉണ്ടെങ്കിലും ഒരു ചന്തം ഉണ്ടായി. ദാറ്റ് ഈസ് മേഴ്സിക്കുട്ടി. ചന്തം എന്ന് പറയുന്നത് ടാലന്റ് ആണ്. അതെ, അതെ, അതാണ് MJ ഞങ്ങൾ പാട് പറയാൻ. ഞാൻ അവിടെ തന്നെ ഇരിക്കും. അതെ അതെ, ടാലന്റ് ഉള്ളതാണ്. മേഴ്സിക്കുട്ടി അമ്മയുടെ ടാലന്റ് ഉണ്ടല്ലോ, അത് അങ്ങനെ ധൈര്യമില്ലാത്തത് കൊണ്ട് പോകാൻ പാടില്ല. അതിനെ പിടിച്ച് ഇവിടെ കെട്ടി വെക്കും നമ്മള്. അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. അപ്പൊ ഇന്ന് മേഴ്സിക്കുട്ടി അമ്മക്ക് എത്രയാണ് മാർക്ക്? 98 ആണോ? 98-നനുസരിച്ച് വന്നിട്ടുണ്ടോ? 96. അപ്പൊ 96ഓ ആണോ? So Dekudi going to be awarded 96 on 100 today. Thank you, sir. നമ്മൾ ഒരുപാട് പേടിച്ചില്ലെങ്കിൽ അങ്ങ് കേറി പോണ്ട മാർക്കാണ് അല്ലേ? പേടിക്കണ്ട കേട്ടോ. ഓക്കെ, ആ പറഞ്ഞ 99 പേടി വിട്ടാ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചക്രേ. ബൈ. ആരി ചേച്ചി, യെസ്, ഒരു ചെറിയ എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫാസ്റ്റ് നമ്പർ പറയണം. അത് വരട്ടെ, ഫാസ്റ്റ് നമ്പേഴ്സ്. അങ്ങനെ ഒരു പെർഫോമൻസ് റൗണ്ട് വരാൻ പോവാണ്. നമുക്ക് കുറച്ച് കൂടുതൽ എനർജിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഓഡിയൻസിനും നമുക്കും ഒക്കെ ഒരു എനർജി കൂടുതലിന് വേണ്ടി ഈ പാട്ടിന് മധുവങ്ങൾ സ്പെഷ്യൽ ഡാൻസ് കളിക്കണം കേട്ടോ. കാരണം ഞങ്ങൾ കണ്ടു മറ്റേ ബാൻഡിന്റെ പെർഫോമൻസിന് പോയിട്ടുള്ള മധുവങ്ങളുടെ ഡാൻസ്, വൈറൽ ഡാൻസ് നമ്മൾ കണ്ടു. മധുവങ്ങൾ ഈ പാട്ടിന് എന്തായാലും ബാൻഡിന്റെ പേരുന്ന പേർപ്പിൾ എന്നല്ലേ? Purple. അത് ഗംഭീരമായിട്ട് ലോഞ്ച് ചെയ്തല്ലോ. അതെ, ഞാൻ കണ്ടതിന് വീഡിയോ
ഒക്കെ കണ്ടു മധു. ഞാനും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു Super ആവട്ടെ. താങ്ക് യു സോ മച്ച്. അതില് അങ്ങോട്ട് നിറഞ്ഞ ആടുകല്ലേ അതാ കിടിലൻ ഡാൻസ്. ആ ഡാൻസ്. ഡാൻസ് ആയിരുന്നു. വരാൻ പോകുന്നത് സാം സോണിയാണ്. ലെറ്റ്സ് വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഇതാരും മമ്മൂക്കയോ? അതെ, ഇതാര്? മമ്മൂക്കയാണല്ലോ ഈ പറഞ്ഞത്. അതെ, ഭയങ്കര ഭയങ്കര കൊള്ളാലോ. സുന്ദരൻ. എടാ മുടിയൊക്കെ എന്ത് ചെയ്തടാ? ഞാൻ മുടി വെട്ടി. മുടി വെട്ടാൻ ആര് പറഞ്ഞു? മുടി വെട്ടാൻ ഇച്ചിരി മുടി വളർന്നായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അതിന്റെ എന്റെ അടുത്ത് പറഞ്ഞിട്ടെ. പറ, എന്റെ മുടിയല്ലേ ഇത് പറ. അപ്പൊ അങ്ങനെ അത് പറയില്ല. പറടേ, ഇതെന്റെ മുടിയല്ല, ഞാൻ എന്റെ വിട്ടെന്ന് പറയണം. മുടിയല്ലേ? സാർ പാവല്ലേ. അയ്യോ. പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഒരു വരവ് കണ്ടിട്ടെ എനിക്കൊരു പാട്ടിന്റെ ഒരു മണം അടിച്ചു തുടങ്ങി. അതെ മധുവെങ്കിൽ അത് പെട്ടെന്ന് പിടികിട്ടി. ഞാൻ വന്നപ്പോഴേ ചോദിച്ചു അതെ അതെ മമ്മൂക്കല്ലേ? അതെ അതെ. അത് പിന്നെ വീണ്ടും ഒരു സിനിമയിൽ ഇപ്പൊ വീണ്ടും ഹിറ്റായി തുടരും. അതല്ലേ അതന്നെ അതന്നെ. അത് തന്നെ. തജും 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 തജും. അപ്പൊ അങ്ങനെ ലാലേട്ടൻ പറയാം, അങ്ങനെയല്ല സാറേ, ജും ജും തജും തജും. അതെ, തജും. അതല്ലേ? യെസ്. യെസ്. ഓക്കെ ഓക്കെ. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, ആ. മ്യൂസിക് SP വെങ്കിടേഷ് സാറ്, മൂവി ജോണി വാക്കർ, ഇയർ 1992, സിംഗർ KJ യേശുദാസ് സാറ്. പൊളിച്ചെടുക്കടേ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജും തജും 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 ജും തജും 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 ജും. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ.
കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര് നക്ഷത്ര പൊന്നാണ്യ ചെപ്പിൽ കിനാവിന്റെ കീറ്റം നിറയ്ക്കുന്നതാര് കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര് കാതോരം പാടാൻ വാ പാഴ്പൂരം കാണാൻ വാ കാതോരം പാടാൻ വാ പാഴ്പൂരം കാണാൻ വാ ജും തജും 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 ജും തജും 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 ജും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ കൊമ്പെടേ തജും 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 കുറുങ്കുഴൽ കൊട് തജും 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 തപ്പെടേ തജും 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 തകിൽ പുറം കൊട് തജും 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 നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാ 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 ഓ ലാ 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 ഏ ഓ ഓ ഓ താങ്ക് യു. മധുങ്ങൾ ഇത് പോരാ ഇത് പോരാ ഇത് അതെ. പോരാ മധു ഇത് പോരാന്ന് ഇനിയും പാടാൻ. അതല്ല അല്ല 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 ആ മധുവിനെ അവിടെ പിടിച്ചു വെച്ചേ. ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി. ആ അത് തന്നെ. അപ്പൊ ഒന്നുകൂടെ നമ്മുടെ ലാസ്റ്റ് പല്ലവി വന്ന മധുവിന്റെ ഒരു ഡാൻസ് അതെ. കൊറിയോഗ്രഫി. അയ്യേ ഈ പാട്ടിൽ ഞങ്ങൾ സൈഡിൽ നിൽക്കുന്ന ഡാൻസേഴ്സ്. ഓക്കെ ഓക്കെ. ജും തജും 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 ജും തജും 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 ജും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ കൊമ്പെടേ ജും തജും 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 കുറുങ്കുഴൽ കൊട് ജും തജും 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 തപ്പെടേ തജും 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 തകിൽ പുറം കൊട് തജും 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 നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാ 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 ഓ ലാ 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 ഏ ഇതൊക്കെ എന്ത് ഇതുപോലൊരു ഡാൻസ് നമ്മൾ ഇതൊക്കെ dance ഇന്നേ വരെ ആണോ? കണ്ടിട്ടുണ്ടാവില്ല. ആ ലാസ്റ്റത്തെ സ്റ്റെപ്പ് മധുങ്ങളെ ഫാനായി. മധുങ്ങളെ പോലെ. ലാസ്റ്റത്തെ സ്റ്റെപ്പ് എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇങ്ങനെ അങ്ങനെ മധുവിന് 100-ൽ 28 മാർക്ക്. താങ്ക് യു. എന്താ കാരണം? എന്താ ഈ സ്പേസ് ഒന്നും ഒഴിച്ചില്ല. അതെ എനിക്ക് സ്ഥലമില്ല. വൈ ഈ ലൈക്ക് സ്ഥലം ഒന്നും പോരാ എന്റെ ഡാൻസിന്. പറയണ്ടേ ഞങ്ങള് മാറി തന്നേനെ. അസലായിട്ട് പാടി. താങ്ക് യു. നല്ല സ്റ്റൈലായിരുന്നു. മമ്മൂക്കയുടെ പോലെ തന്നെ ഉണ്ട്. ആ ബോഡി ലാംഗ്വേജ്, മാനറിസംസ് എല്ലാം കൊള്ളാം താങ്ക് യു സാർ. കേട്ടാ. താങ്ക് യു. അതെ സൺഗ്ലാസ് വെച്ചപ്പോഴൊക്കെ ആ. കറക്റ്റ് മമ്മൂക്കയുടെ പോലെയുണ്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ സൺഗ്ലാസ് വെക്കുമ്പോഴത്തേക്കും ലിറിക്സ് മറന്നു പോകും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൺഗ്ലാസ് വെക്കുമ്പോ? എനിക്ക് ഇത് വെച്ചപ്പോ ഇച്ചിരി തലയ്ക്ക് എന്താ ഒരു ഫുള്ള് ഇടിട്ടില്ലേ അപ്പൊ നമ്മൾ അത് പറയണ്ടേ, പറഞ്ഞാ പോരെ. ഞാൻ അപ്പൊ മമ്മൂക്കയുടെ ലുക്ക് പോവൂലേ. ആ കേട്ടോ മമ്മൂക്കയുടെ ലുക്ക് പോകാതിരിക്കാൻ വേണ്ടി അവൻ അതെ അതെ lyrics പോയാലും സഹിച്ചു. കുഴപ്പമില്ല സഹിച്ചത്. അതെ എന്തായാലും അത് ചെറിയ നിസ്സാര ഒരു പ്രശ്നമേ ഉള്ളൂ. അതൊന്നും ഓ, പ്രശ്നമൊന്നുമില്ല. okay, പക്ഷെ thank പാട്ട് നന്നായിരുന്നു. പെർഫോമൻസ് റൗണ്ട് അല്ലേ, അതെ. നന്നായിട്ട് പെർഫോം ചെയ്ത് പാട്ട്. താങ്ക് യു. സൂപ്പറായിട്ട് പാടി, താങ്ക് യു. സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. പാട്ടിന്റെ ട്യൂണിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. താങ്ക് യു. പാടിയതൊക്കെ വളരെ നന്നായിരുന്നു. ഇടയ്ക്കൊന്ന് ശബ്ദത്തിന് ഒരു ഇടർച്ച വന്നു മാത്രം. ഒരു അതെ. ചെറിയ ഒരു ക്രാക്ക് വന്നു വോയിസിൽ അല്ലേ. അതെ അതെ. പിന്നെ മരി ചെറുതായിട്ട് മറന്നു. ഓക്കെ. ഡാൻസും കൊള്ളായിരുന്നു. അതെ ആ അല്ലേ? ശരി. ആ ഡാൻസ് എങ്ങനെയായിരുന്നു? ഡാൻസ് ആ അല്ലേ, ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അല്ലേ, അതെ കിടിലൻ ഒരു സൂപ്പർ വൈബായിരുന്നു അല്ലേ. കിടിലൻ പെർഫോമർ ആണ്. ആ ഇവിടുത്തെ കിടിലം അതെ അതെ. താങ്ക് യു. ശരിക്കും ഞാൻ ആദ്യം ലാ 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 ലാ. Yes. അത് പാടിയപ്പോ തന്നെ ആ നല്ലൊരു ഓപ്പണിങ്ങിന്റെ അതെ, അതെ, എനർജി opening തന്നെ ഭയങ്കര നന്നായി. അടിപൊളിയായിരുന്നു. എപ്പൊ നമ്മൾ കേട്ടാലും നമുക്ക് അറിഞ്ഞൂടെ എന്തൊരു ഫ്രീക്വൻസി ഉണ്ട് ഈ പാട്ട്. ശരിക്കും അതെ അതെ ഉണ്ട്, അതെ അതെ. നമ്മളിങ്ങനെ പിടിച്ചു വെക്കും. അതെ. പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റൂല. ഇനിയിപ്പോ വീട്ടിൽ പോയാലും
ലാ 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 ലാ. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതെ അതെ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെ. അങ്ങനെയാണ് ചില പാട്ടുകളുടെ അതെ. ഒരു വൈബ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിക് വൈബ് ഉണ്ട്. അതെ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ ജുംത ജുംത അതെ. തുമ്പിട് ജുംത 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 ജും തര തരൻ തര ജുംത ജും ആ, ജും 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 തപ്പെട് ജും 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 പകൽപ്പുറം കൊട് ജും 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 ജും. നഗരതീരങ്ങൾ. നഗരതീരങ്ങളിലരിൽ കുതിരവേ. ആ അതെ. പെർഫെക്റ്റോ. താങ്ക് യു. ആ ചരണത്തിന്റെ ബിഗിനിങ് എങ്ങനെയാണ്? നക്ഷത്ര പുന്നാണ്യ ചെപ്പിൽ കിനാവിന്റെ ഇഷ്ടം നിറയ്ക്കുന്നതാര് താരാ അല്ലേ? yes. ആ ഒരു ഫീൽ. കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാര്. അതാണ് vibe. താങ്ക് യു. പാടാൻ വാ ക്യാപ്റ്റൻ, യെസ്, എന്ത് ഒന്നും പറയണില്ല? എനിക്ക് ഭയങ്കര സന്തോഷായി. എന്ത് രസത്തിലാ പെർഫോം ചെയ്യുന്നത് നമ്മുടെ സാംകുട്ടൻ. അപ്പൊ പിന്നെ മധുചേട്ടന്റെയും ഡാൻസ് വേറെ കിടില്ല. വേറെ എന്താ ഞാൻ നിങ്ങളൊക്കെ എന്ത് പറയണം? ഞാൻ കളിച്ചു. സൈഡിൽ നിന്ന് മധുചേട്ടൻ performance തന്നെ പറഞ്ഞു. അതെ. സെന്റർ ഓഫ് അട്രാക്ഷൻ Yes. ആണല്ലേ? ഞങ്ങളെ കാണാൻ പറ്റാ. മാത്രമല്ല മുന്നിലായിരുന്നു. മുഴുകിയിരുന്നോണ്ട് നിങ്ങളുടെ ഡാൻസ് അതെ, അതാണ് പറ്റിയത്. അപ്പോ ലിറിക്സ് ചെറുതായിട്ടൊന്ന് മറന്നുപോയി. പിന്നെ വോയിസ് ഒരു ക്രാക്ക് വന്നു. ക്രാക്ക് പ്രശ്നമില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 98 out of 100. ഇവിടെ കുറുങ്കുഴൽ കൊട് താങ്ക് യു സാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Good night. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടാറ്റാ. മധുവങ്കൾ എന്റെ അടുത്ത് വന്നോ? നമുക്ക് ഒരുമിച്ച് പോവാം. ആണോ? വാ. ആ ശരി ബൈ. എടാ എന്നെ കൂട്ടുന്നില്ലേ? ചേച്ചി എന്റെ കൂടെ നിന്ന് വെച്ചിട്ട് പോണ്ടാവും വിളിക്കാതെ സ്ഥിതിക്ക് വാ, വാ, ശരി, ഞാൻ പോവാ. മീനുട്ടി ഇവിടെ ഒറ്റക്കായാലും കുഴപ്പമില്ല. നമുക്ക് പോവാം. സ്നേഹമില്ലാത്തത് ഓ ലാ ലാ ലാ. എനിക്കറിയാം ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന്. എന്താ? അടുത്തതായി ഒരു മനോഹരമായ അതിമനോഹരമായ ഗാനവുമായി വരാൻ പോകുന്നു ആര്? ജനീലിയ And Bryson. വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, സാരി ജനീലിയ ചേച്ചി അല്ലേ? ജനീലെ ടീച്ചർ. ഹായ് ചേച്ചി. ടീച്ചറാണോ ഇത്? അല്ല, ഞാൻ ജനീലിയ. ഞാൻ പക്ഷെ ജനീലെ. ടീച്ചറുടെ പോലെ വന്നിട്ടുണ്ടല്ലോ ഇന്ന്. സാരി ഇട്ടുണ്ട്. ആണോ? ഇതുണ്ടാ. ഹായ് മാഡം, ഹൗ ആർ യു? ഐ എം ഗുഡ്. ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഫൈൻ ആസ് വെൽ. ഈ സാരി എടുത്ത ജനീലിയ കുട്ടിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ ഉണ്ട്, നമുക്ക് Yes. കണ്ടു നോക്കാം. കാണാം, കാണാം, കാണാം. ആകാശവാണി കൊച്ചി FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് കരുവാറ്റയിൽ നിന്നും പ്രൈസൺ സണ്ണി. ആദ്യ ഗാനം തോമസ് ലീഹ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി, ഗായിക വാണി ജയറാം. സലീൽ ചൗധരി സാറും ജോൺസൺ മാഷൊക്കെ ആയിരുന്നു അപ്പയുടെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്. പിന്നെ പിന്നെ അപ്പയുടെ ഇഷ്ടങ്ങൾ എൻ്റെയും ഇഷ്ടങ്ങളായി മാറി. കലകല പറഞ്ഞിങ്ങനെ പാറ നടക്കുമെങ്കിലും വളരെ സ്നേഹവും കെയറിങ്ങും ഉള്ളൊരു മോളാണ് ഞങ്ങളുടെ ജനീലി കുട്ടി. ഓ ഹായ്. അപ്പയും അമ്മ എന്നോട് എപ്പോഴും പറയുന്ന കാര്യം അടങ്ങിയിരി കൊച്ചേ, അടങ്ങിയിരി കൊച്ചേന്ന്. അടങ്ങിയിരുന്നത് എന്നാത്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ ഗ്യാങ് എത്തി. എൻ്റെ ചേട്ടനും അനിയനും കൂടി 6 ആൺമക്കളാണുള്ളത്. ജനീലിയാണ് ഞങ്ങളുടെ വീട്ടിലെ ആകെയുള്ള പെൺതരി. ഈ പറഞ്ഞ 6 ആങ്ങളമാരുടെ പുന്നാര പെങ്ങളാകുമ്പോൾ ഞാൻ കുറച്ച് വൈബൊക്കെ കാണിക്കണം. കണ്ടില്ലേ, ഇത്ര വൈബായിട്ടുള്ള കസിൻസ് ഉള്ളപ്പോൾ ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്നത്. ജനീലിയ എത്രയൊക്കെ കുസൃതി കാണിച്ചാലും അവൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവളുടെ സംഗീത പഠനം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. ജനീലയുടെ അപ്പയുടെ ആഗ്രഹം മോളെ ഒരു ടെന്നീസ് പ്ലെയർ ആക്കാനായിരുന്നു. പക്ഷേ ടെന്നീസ് റാക്കറ്റ് പിടിക്കേണ്ട കയ്യിൽ മൈക്ക് പിടിക്കാനായിരുന്നു ദൈവനിയോഗം.
എൻ്റെ മ്യൂസിക് ടീച്ചേഴ്സായ വിഷ്ണു സാറും ധന്യ ടീച്ചറുമാണ് എന്നെ ടോപ്പ് സിംഗർ വേദിയിൽ എത്തിച്ചത്. അബുദാബിയിലായിരുന്നപ്പോൾ ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു ജനീലിക്ക്. എന്നാൽ ടോപ്പ് സിംഗറിൽ വന്നപ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളുടെ ജനീലി കുട്ടി. അപ്പുറം അബുദാബിയിൽ നിന്ന് തുടങ്ങിയ എൻ്റെ സംഗീതയാത്ര ഇപ്പോൾ കേരളത്തിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ എത്തി നിൽക്കുകയാണ്. ഇനി മുതൽ എൻ്റെ പാട്ടിനൊപ്പം നിങ്ങളും ഉണ്ടാവണം. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ടെന്നീസ് റാക്കറ്റ് കയ്യിൽ കിട്ടാത്തത് നന്നായി. അതുകൊണ്ടല്ലേ നമുക്ക് ജനീലിയെ കിട്ടിയത്. അതെ, അല്ല അച്ഛന്റെ സന്തോഷം കണ്ടോ അത് പറഞ്ഞപ്പോ? എന്താ ഇത്ര ഹാപ്പി ആയത് പെട്ടെന്ന്? അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അടിച്ചേനെ. അത്രയും കുർബിയാണോ ആര് വീട്ടിൽ? ഹൊററാണോ? ഹൊറർ അത്രയൊന്നും ഇല്ല, പക്ഷെ ഇവര് പറയുന്ന ഹൊററാണ്. അല്ല ജലീലി കുട്ടി 5-6 ആംഗ്ലമാരാണല്ലേ? ഞാനല്ല, എനിക്ക് ഉണ്ട്. അതെ, എന്നെ പോലെ തന്നെ എനിക്കും. ആണോ? ആ ജനീലസ് എന്തോ ഏതാണ് പാട്ട്? ഹിമശൈല സൈക്കഥ. എനിക്ക് മനസ്സിലായി ഇതാരാണ് സെലക്ട് ചെയ്തത്. ആര്? അച്ഛനായിരിക്കും. അത് തന്നെ എനിക്ക് മനസ്സിലായി. ദേവരായ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, അങ്ങനെയുള്ള ബാബുക എല്ലാവരുടെയും കാലത്ത് ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴും, അല്ലെ? എങ്ങനെ ജീവിക്കാണ്ടിരിക്കും? അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ്, അല്ലേ? അതാണ് നമ്മുടെ ലെഗസി, അല്ലെ? അപ്പൊ ഇത് ഹിമശൈല സൈക്കഥ ഭൂമിയിൽ നിന്ന് നീ പ്രണയപ്രവാഹമായി വന്നു. ഇതാരാണ് ഇതിനകത്ത് അനൗൺസ് ചെയ്തിരിക്കുന്നത്? ആകാശവാണി. അത് നമ്മുടെ കൊച്ചി FM-ല് മറ്റേ സിന്ധു. അതന്നെ സിന്ധു ചേച്ചിയാണ്. അപ്പൊ ഒരു വലിയ താങ്ക്സ് ഉണ്ട് സിന്ധുവിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അസലായിരിക്കും, അസാധ്യമായിരിക്കും. ആകാശവാണി കൊച്ചിൻ FM. സിന്ധു ഹായ്. അപ്പൊ സിന്ധുവിനെ പോലെ പറയാം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ MD രാജേന്ദ്രൻ രചിച്ച് ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്ത ശ്രീമതി P മാധുരി പാടിയ ഹിമശൈല സൈക്കഥ ഭൂമിയിൽ നിന്ന് നീ പ്രണയപ്രവാഹമായി വന്നു. ഇത് പോയിന്റ് സാർ പറഞ്ഞ പോലെ അത് അതികൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശാലിനി. Thank ഓൾ ദി ബെസ്റ്റ് ശാലിനി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രഥമോദ ബിന്ദുവായി തീർന്നു.
നൈസ് മോളെ, നൈസ് നൈസ് നൈസ്. താങ്ക് യു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ, പെട്ടെന്ന് തുടങ്ങി, പെട്ടെന്ന് അവസാനിച്ചു. അതെ. പെട്ടെന്ന് തീർന്നു. ഇതിനെ നമുക്കൊരു ഗാന കവിത എന്ന് പറയാം. ഓ. ഇത് ഒരേ സമയം ഒരു ഗാനവുമാണ്, അതേസമയം ഒരു കവിതയാണ്. അതാണ് അതിന്റെ ഭയങ്കര രസമുള്ളത്. അത് എഴുതിയിരിക്കുന്നത് MD രാജേന്ദ്രൻ ചേട്ടനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതെ. അദ്ദേഹത്തിന് ഒരു വലിയൊരു നമസ്കാരമുണ്ട്. പല പാട്ടുകളും ചേട്ടൻ്റെ ഇവിടെ പാടി. യയ്യ മാധവ, അതെ. താഴമ്പു, മുടി മുടിച്ച്, ഇതെല്ലാം പാടി. ഈ പാട്ട് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരുപാട് കാലത്തിന് മുന്നേ എഴുതിയ അതെ. ഒരു പാട്ടാണ്. 80-ല്. അതിലൊരുപാട് മൂഡ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, മ്യൂസിക്കാലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു പാട്ടാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ടേ. താങ്ക് യു. ഇതിൽ ഓരോ എലിമെന്റിലും, ഓരോ വാക്കിലും, ഓരോ ഫ്രേസിലും വന്ന് അവസാനിക്കുന്ന ഒരു സസ്റ്റെയിൻ ഉണ്ടല്ലോ. സായിലാണ് അവസാനിക്കുക അല്ലേ? ആ സാ കൃത്യം ശ്രുതിയിൽ ചേരുമ്പോഴാണ് അതിനൊരു സമ്പൂർണ്ണം തോന്നുക. നമ്മൾ ശ്രുതി ചേരാത്തപ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം പാടി വന്നു, പക്ഷെ അവിടെ ഒരു ചേരായ തോന്നും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാറി സാ ആ സായിൽ എങ്ങനെ നിൽക്കണം. അപ്പൊ നമ്മൾ എന്താ, ഒരു റെസണൻസ് ആണ് ഈ പാട്ടുമായിട്ട്. റെസണൻസ് പ്രഥമോദ ബിന്ദുവായി തീർന്നു, പ്രഥമോദ ബിന്ദുവായി തീർന്നു. ശ്രുതിയിലോട്ട് ലയിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി? അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. അതൊക്കെ കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ക്യാപ്റ്റൻ, ഈ പ്രഥമോദ ബിന്ദു എന്ന് പറയുന്നത് ശരിക്കും കാളിദാസന്റെ കുമാര സംഭവത്തിലുള്ള, അതിൽ പറയുന്നത് പാർവതി ദേവിയുടെ നെറ്റിയിലൂടെ ഈ കണ്ണുകളിൽ വന്ന് പതിക്കുന്ന ആദ്യത്തെ മഴത്തുള്ളിയാണ് പ്രഥമോദ ബിന്ദവേ എന്ന് പറയുന്നത്. അതാണിത്. അത് ഭയങ്കര രസമാണ്. അത് ഒരു മലയാളത്തിലുള്ള ഒരു പാട്ടിൽ കൊണ്ടുവന്നില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ പല സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ വിവരിക്കാൻ നിൽക്കുന്നില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്. തീർച്ചയായിട്ടും അച്ഛനൊരു കൈയടിയോ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ അത് സെൻസിറ്റിവിറ്റിയാണ്. ഒരാളുടെ സംഗീതത്തോടുള്ള, ഗാനത്തോടുള്ള, രചനയോടുള്ള, ആ കാലത്തിനോടുള്ള ഇഷ്ടത്തിന്റെ സെൻസിറ്റിവിറ്റിയാണ്. പിന്നെ ഇവിടെ ഒരു കള്ളൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടേ. ആ കള്ളന്റെ പേരാണ് അഖിൽ. ഭയങ്കര മിടുക്കനാണ്. ഇങ്ങനെ പമ്മി ഇരിക്കത്തേ ഉള്ളൂ. നല്ലൊരു പ്രോഗ്രാമറാണ്, നല്ലൊരു കീബോർഡ് പ്ലെയർ ആണ്, മിടുക്കനാണ്, മിടുക്കനാണ്. അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 അഖിലും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജനീലിയ നല്ലൊരു സെലക്ഷനാണ്. അത് ഞാനും അച്ഛനെ ഞാൻ അഭിനന്ദിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പാട്ട് മോളെ കൊണ്ടിവിടെ സെലക്ട് ചെയ്ത് പാടിപ്പിച്ചതിൽ കൊള്ളാം. നന്നായിട്ട് പാടിട്ടോ, ഉഗ്രനായിട്ട് പാടി. ജനീലിയുടെ വോയിസ് ഒരു പ്രത്യേക തരം വോയിസാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു വോയിസാണ്. എനിക്കും തോന്നിയത് ചില ഭാഗങ്ങൾ ഇങ്ങനെ വീക്കായി പോകുന്നുണ്ട്. പല ഭാഗങ്ങളും നന്നായിട്ട് പാടി. എങ്കിലും ഈ ഒരു ലൈൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ആകുമ്പോഴത്തേക്കും കുറച്ച് വീക്കായി പോകുന്നു. പിന്നെ ഹൈ പിച്ച് പോകുമ്പോഴും കുറച്ച് സ്ട്രെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും MJ അങ്കിൾ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായി പാടിയത്. പിന്നെ ഇത് അധികം ഇങ്ങനെ പരിധി വിട്ട് അങ്ങോട്ട് മുകളിലേക്കോ ഒരു പരിധി വിട്ട് താഴത്തേക്കോ പോകുന്നില്ല. ഈ പാട്ട് ഒരു പ്രത്യേക റേഞ്ചിലാണ് ഈ പാട്ട് നിൽക്കുന്നത്. അപ്പൊ അതൊരു പാടുന്നവർക്കൊരു പ്ലസ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അല്ലേ? ടെൻഷൻ അടിക്കണ്ട. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. അതിനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് വളരുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ? ഇപ്പൊ പെട്ടെന്ന് സാരിയിട്ടപ്പോ അയ്യോ വലുതായി പെട്ടെന്ന്. അപ്പൊ എനിക്കൊന്നും വേണ്ട നമ്മുടെ കുട്ടിയായ മതി അങ്ങനെ തോന്നി കേട്ടോ. സത്യം എനിക്ക് അതെന്നെ ഫീൽ ചെയ്തു. ടോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. ജനീലെ കുട്ടി എന്തോ നല്ല ശ്വാസം എടുത്ത് പാടിയാ മതി, അപ്പൊ തന്നെ സെറ്റാണ്. ഓക്കെ, അതാണ് ഈ വരികളുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് വീക്ക് ആവുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നല്ല സോങ് സെലക്ഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Janilias. So you're going to be awarded 96.25 out of 100. Thank you. ജനീലിയ കുട്ടി
ജിതക്കുട്ടി, എന്തോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എം ജെ ഞങ്ങൾ പറഞ്ഞ സാരിയൊക്കെ മാറ്റി ഒരു പാവാടയും ടോപ്പ് കിട്ടിട്ട് വരണം. മതി, കുട്ടിയായ മതി നിനക്ക്. ടാറ്റാ. ഞങ്ങൾക്ക് കുട്ടി ജനീലിയ മതി. കുട്ടി ജനീലേ മതി. ആര്യ ചേച്ചിക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു റൗണ്ടാണ് ഇനി വരാൻ പോകുന്നത്. അതേതാണ് ആര്യ ചേച്ചി? ഫസ്റ്റ് നമ്പർ. യെസ്, പെർഫോമൻസ് റൗണ്ട് ആണ്. ജിതക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. എന്റെ കരാട്ടെ കിഡിന് ശേഷം നമ്മൾ പുതിയതായി അഭിനയിക്കുന്ന നാടകം പാലും കുടവും എടുത്തു വരുന്ന യുവതി. അപ്പൊ ജിതക്കുട്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പാലും കുടമെടുത്ത്. അതാണ് ഈ കുടമൊക്കെ എടുത്ത് അതാണ് വന്നത്. പാൽക്കുടമാണത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ്. മ്യൂസിക് എം ജി ശ്രീകുമാർ സർ. എം ജി അണ്ണൻ ഹായ്. എം ജി അണ്ണൻ ഹായ്. ലിറിക്സ് കൈതപ്പുറം സർ. ആ. പാടിയത് എം ജി ശ്രീകുമാർ സാറും സരസ്വതി മാമും. ശരി. മൂവി സിനിമ താണ്ഡവം. വർഷം 2002. Yes. രക്ഷപ്പെട്ടു. ഒന്ന് ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയേ. കൊടയൊക്കെ പോയേനെ. ഇത് എന്റെ സ്കൂളിലെ മിസ്സുമാരാണ്. ആണല്ലേ? HM, ആഹാ. സ്വന്തം HM. വരൂ വരൂ വരൂ. ടീച്ചർമാർക്കും മാഷിനും എല്ലാം നമസ്കാരം. നമസ്കാരം, നമസ്കാരം. വളരെയധികം സന്തോഷം. വെൽക്കം ടു ടോപ്പ് സിംഗർ. നമ്മുടെ Season കുഞ്ഞിന്റെ ആൾക്കാരല്ലേ, അതാണ് നമ്മുടെ സന്തോഷം. അതെ, അതെ. ഏത് സ്കൂളാ? സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മോറക്കാല. കിടില സ്കൂൾ കിട്ടോ ജിതക്കുട്ടി. എന്തായാലും അതെ. കട്ട സപ്പോർട്ട്. അതെ 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 അതെ. ഇതിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഏതാ? എല്ലാരും എല്ലാരും പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നുണ്ട്. മാഷെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ മോറക്കേല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. Okay. ജോസ് മാത്യു ഇതാണ് പേര്. നമസ്കാരം. നമസ്കാരം. ഞാൻ HM ആയതിനു ശേഷം 16-17 ജിത ആദ്യമായിട്ട് സ്കൂളിലേക്ക് 1ാം ക്ലാസ്സിൽ ചേരുന്നത്. അത് ശരി. അന്ന് തന്നെ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ അധ്യാപകരെ വിളിച്ചിരുത്തി മാപ്പിളപ്പാട്ട് പാടിക്കും. വളരെ മനോഹരമായിട്ട് പാട്ട് പാടുമായിരുന്നു. ജിതയോടൊപ്പം 2 സഹോദരങ്ങളുണ്ട്. അവരും കൂടി ചേർന്നാണ് കൊഴിപ്പിക്കുന്നത്. അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? അവരവിടെ ഉണ്ടായിരുന്നു. ഓ ശരി. മിടുക്കിയാണ്. ഞാനിപ്പോ ഇതിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ധൈര്യമായിട്ട് പൊക്കോ, അറ്റൻഡൻസ് ഒക്കെ തന്നേക്കാം, ഒരു കുഴപ്പമില്ല. സാധാരണ രീതിയിൽ നമുക്കറിയാം 15 ദിവസം കഴിഞ്ഞാൽ ആളെ നീക്കം ചെയ്യണം. ഇവര് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പങ്കെടുത്തോ, ഞാൻ എന്റെ ഉത്തരവാദിത്തത്തില് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇതിപ്പോ ലോകം മുഴുവൻ കാണൂട്ടോ. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല. അല്ല, അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ജിതയുടെ ടാലന്റ് എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ ആണ്. അത് സാറത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജിതയ്ക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും ആ രീതിയിൽ എനിക്ക് തോന്നുന്ന അങ്ങൊരു റോൾ മോഡൽ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്റെ പേര് ജൂലിയറ്റ്. ഞാൻ ജിതയുടെ ബയോളജി അധ്യാപികയാണ്. 1ാം ക്ലാസ്സിൽ 2017 എന്റെ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ജിത വന്ന് ചേർന്നത്. അന്ന് ജിതേനെ സ്കൂൾ കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് കൊണ്ടുപോയി. ആ വേദി മുഴുവൻ കൈയടക്കി 100-ൽ 100 മാർക്ക് മേടിച്ചാണ് അന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ പേര് അവിടെ ഉയർത്തിക്കാട്ടിയത് ജിതയാണ്. വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ജിതയ്ക്ക്. വളരെ സന്തോഷം. ഇപ്പുറത്തെ ടീച്ചർ കുറേ നേരമായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണ് അല്ലെ? സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ആണ്, സ്പെഷ്യൽസ് ആണ്. അത് ബുദ്ധിമുട്ടുണ്ടോ അത് പിടിച്ചോണ്ട് നിൽക്കാനായിട്ട്? മീനൂട്ടി പിടിക്കും. ഓൾറെഡി എല്ലാ ഭാരവും പേർന്ന ഒരു മനുഷ്യൻ. അസ്സലാമു അലൈക്കും. അത് ലാംഗ്വേജ് പറയണമെന്നല്ല പറഞ്ഞത്. പറയില്ല. ഇപ്പം ടീച്ചർ പറഞ്ഞോടെ LP-യിലാണ് ഞങ്ങൾക്ക് ഇവളെ കിട്ടിയത്. അന്ന് ഞങ്ങള് ഒരു അറബി പഠിക്കുന്ന കുട്ടിക്ക് LP-യിൽ ഒരു 9 ഐറ്റത്തിന് പങ്കെടുക്കാം. ഇവളെ ഞങ്ങള് 9 ഐറ്റത്തിന് പങ്കെടുത്തു. ഇവള് ആ 9 ഐറ്റത്തിന് ഫസ്റ്റ് A ഗ്രേഡ് 45 പോയിന്റ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടീച്ചറിനെ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മുടെ മധു അങ്കിൾ ഗസ് ചെയ്യണം ഈ ടീച്ചറിന്റെ സബ്ജക്ട് എന്താണ്, ടീച്ചർ ആരാണ് എന്നുള്ളത്. ആ ടീച്ചർ ഒരു മ്യൂസിക് ടീച്ചറാണോ? പക്ഷെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. വേറൊരു കാര്യം കൂടി മീൻസ് മധു അങ്കിളിന് അറിയുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറിനെ പറ്റി. ടീച്ചറിനെ എവിടെയോ കണ്ടുപരിച്ചുണ്ട്. എവിടെയാണത് ടീച്ചർ എന്നെ പറയട്ടെ. ഞാൻ മധുചേട്ടന്റെ കൂടെയാണ് ഒരു സ്റ്റേജ് പ്രോഗ്രാം ആദ്യമായിട്ട് ചെയ്തത്. മള്ളിയൂര് അമ്പലത്തില്. മള്ളിയൂര് അമ്പലത്തില്. എന്റെ പേര് ലയ.
ലയ. ആ ലയ, ചെറങ്ങര കൊരട്ടി. അതെ അതെ അതെ. റിലേഷനും ഉണ്ട് അല്ലേ? അതെ, അതെ. റിലേഷനും ഉണ്ട്. അതെ. അതെ 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 അതെ. ജിതയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് ജിത ഒരു മൾട്ടി ടാലന്റഡ് കുട്ടിയാണ്. പാട്ട് മാത്രമല്ല, ആള് സ്പോർട്സിലും മിടുക്കിയാണ്. ആഹാ. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഇഷ്യൂ ഒക്കെ വരും കലോത്സവത്തിന്റെ ഒക്കെ ടൈമിൽ. ഓ ശരി. കാരണം എല്ലാ ഐറ്റത്തിലും ഒരു കുട്ടിക്ക് പങ്കെടുക്കാവുന്ന എല്ലാ ഐറ്റത്തിലും ഞാൻ ചേർക്കും. ആണല്ലേ? അതോടുകൂടി അപ്പുറത്തും പോയി എല്ലാ ഐറ്റത്തിനും ചേരും. ആ, ശരി. പക്ഷെ ആള് അതിന്റേതായ യാതൊരു അഹങ്കാരവും ഇല്ല. ഒരു അഹങ്കാരവും ഇല്ല. ഓക്കെ. പക്ഷെ ആള് എന്ത് ഐറ്റം കൊടുത്താലും അത് സേഫ് ആണ്. ആണല്ലേ? സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും നമ്മളൊരു ഐറ്റം പുതിയത് ഗസൽ ഉറുദു ഒക്കെ ആണെങ്കിലും ആഹാ. സേഫ് ആണ്. സ്പോർട്സിൽ എന്തൊക്കെയാ? സ്പോർട്സ് 100 മീറ്റർ, 200 ഹൈ ജമ്പ്, ഓട്ടക്കാരി, ചാട്ടക്കാരി, അതെ. കരോട്ടയും കരാട്ടെ ഉണ്ട്. കരോട്ട. അത് ശരി. ഒരു മൾട്ടി ടാലന്റഡ് നമ്മുടെ മകളാണ്. വളരെയധികം ഒത്തിരി പ്രതിഭയുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അധികം സന്തോഷമാണ് ടോപ്പ് സിംഗർ എന്നുള്ളത്. എന്തായാലും വളരെ വളരെ സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്സ്. അപ്പോൾ ജീതയുടെ പാട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഇവിടെ കേൾക്കാം. യെസ്. താങ്ക് യു മിസ്.
സൂപ്പർ സൂപ്പർ, കലക്കി കലക്കി. വെരി അമേസിങ് ആർട്ടിസ്റ്റ്, ഒരു സംശയമില്ല. അത് ഓരോ ആ മോഡുലേഷൻസ് ഉണ്ടല്ലോ, മച്ച 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 മച്ച, മനസ്സാലെ എന്തൊരു തോന്നും എന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഇത് സൂപ്പർ ആണെന്ന് തോന്നുന്നു. ഓരോ ഇടവും വളരെയധികം ശ്രദ്ധയോടെ പാടിയിട്ടുണ്ട്. ശ്രദ്ധയുണ്ട് പക്ഷെ ശ്രദ്ധയില്ല എന്ന് വരുന്ന രീതിയാണ്. പെർഫോമൻസിൽ ഞാൻ കൂളാണ്, പക്ഷേ ഞാൻ ഓരോ പോയിന്റും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് ഒരു മ്യൂസീഷ്യൻ വരുന്നത്. പിന്നെ ആർട്ടിസ്റ്റിക് ഒരു ടെമ്പറമെന്റ് ബ്രില്യൻ്റ് ആണ് കേട്ടോ. ഈ ഫ്യൂച്ചറിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു ജിത എവിടെയാണ് ഒരു വലിയ ആർട്ടിസ്റ്റ് ആയിട്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് ഒന്ന് കാണും. പിന്നെ ഇത്തരം പാട്ടെടുക്കുമ്പോൾ വേറെ ഒരു ചെറിയൊരു റിസ്ക്കും കൂടെ ഉണ്ട്. അതായത് ഇതിൽ എം ജി അണ്ണന്റെ സോങ് ആണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. എം ജി അണ്ണന്റെ ഫാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇതിന്റെ സംഗീതം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ആ സിനിമയിൽ അത് വണ്ടർഫുൾ ആണ്. ഇത് പാടിയിരിക്കുന്നത് സരസ്വതി ചേച്ചിയാണ്. സരസ്വതി ചേച്ചി എന്റെ പാട്ട് പാടിയിട്ടുണ്ട്, കുസുമവദന മോഹസുന്ദര. അതൊക്കെ ഇവിടെ പാടാം കേട്ടോ, എന്റെ പാട്ടായോണ്ടല്ല. അപ്പൊ ഇതെടുക്കുമ്പോഴുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ആ മെയിൽ ആ ഒരു പോർഷൻ വരില്ലേ, അത് മെയിലിലാണ് അല്ലേ. അപ്പൊ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് അല്ലേ. അപ്പൊ മെയിൽ വോയിസ് അത് പാടുമ്പോഴത്തേക്കും അത് ഈസി ആയിട്ട് പാടാൻ പറ്റും. പക്ഷെ മോക്ക് ആ റേഞ്ചിലോട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ, ഒരു അന്യനാണ് അവിടെ അല്ലേ. അത് കൊണ്ടുവരാനായിട്ട് കുറച്ച് ടഫാണ്. അപ്പൊ അതുകൊണ്ടാണ് മുകളിലുള്ള സംഗതികളും ഇതൊക്കെ ഒന്നും ക്ലാരിറ്റി വരാത്തത്. പക്ഷെ പല്ലവി എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഹവ് ഹേർഡ് ആണ്. ഒരു സംശയമില്ല അതിന്റെ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ് നോട്ട് ദ ബെസ്റ്റ്. അതാണ് ഇത് ലൈവായിട്ടുള്ള പെർഫോമൻസിൽ ഇത്രയും നന്നായിട്ട് അത് ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമേ അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൺവെൻഷണൽ സോങ്സ് സെലക്ട് ചെയ്യേണ്ട, ഇത് എപ്പോഴും ഗോ ഫോർ എ ഡിഫറൻസ്, എ ഡിസ്റ്റിങ്ക്ട് വൺ. പല ജനുസുകളിലുള്ള പല പാട്ടുകൾ, യുനോ, വിത്ത് എൻ ഇന്റർനാഷണൽ ടേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ടല്ലോ നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ. അത് ടോപ്പ് സിംഗറിൽ പ്രതീക്ഷിക്കുന്നു ഞാൻ. കേട്ടോ, അതാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ പുതിയ വഴി സ്വന്തമായിട്ട് വെട്ടി മുന്നോട്ട് പോയിക്കൊള്ളുക, നമ്മൾ കൂടെ ഉണ്ട്. യെസ്, ജിത ഇസ് ദ പയനീർ ഓഫ് എ ലോഡ് ഓഫ് സ്റ്റഫ്. പയനീർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദ്യത്തെ ആള് എന്നാണ് അർത്ഥം. ഒരുപാട് നല്ല പെർഫോമൻസസ് ഇതുപോലെ ഇതിന്റെ അപ്പുറം എനിക്ക് കാണാൻ പറ്റട്ടെ. എനിക്ക് കൊതിയാവുക സത്യം പറഞ്ഞ എവിടെ ഇരുന്നിട്ട്. എന്ത് രസത്തിലാ ഡാൻസ് ചെയ്യണേ, എന്ത് ഗ്രേസ്ഫുൾ ആയിട്ടാണ് ഓരോ സ്റ്റെപ്പും, വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് ഭയങ്കര രസത്തിൽ ആ കോസ്റ്റ്യൂം ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഈ പാട്ട് അധികം അങ്ങ് ശ്രദ്ധിക്കാൻ തോന്നിയില്ല. കാരണം എനിക്ക് ആ ഒരു പെർഫോമൻസ് ആസ്പെക്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാധാരണ ഒരു കാഴ്ചക്കാരൻ, ഒരു കേൾവിക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നോക്കുമ്പം എനിക്ക് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്യുന്നത് ആ പെർഫോമൻസ് ആണ്. ആ വിഷ്വൽ ആയിട്ടുള്ള കാര്യം എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. ദാറ്റ് യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ് ആൻഡ് യു ആർ ഇൻക്രെഡിബ്ലി ഗുഡ് അറ്റ് ഇറ്റ് കേട്ടോ. യു ആർ സോ ഗുഡ് അറ്റ് ഇറ്റ്. ആൻഡ് അറ്റ് ദിസ് ഏജ്, ഈ പ്രായത്തിൽ ജിതക്കുട്ടി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കീപ് ഡൂയിങ് ഇറ്റ് വിതിൻ ദ നെക്സ്റ്റ് 5 years. 5 ഒന്നും വേണ്ടി വരില്ല, മിക്കവാറും വേറെ ലെവലായിരിക്കും. എന്നെ തന്നെ കാണാൻ പറ്റുന്നു എവിടെയോ. അമേസിംഗ്, ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു മാം. ജിതക്കുട്ടി, എനിക്ക് തോന്നുന്നത് അല്ല, യഥാർത്ഥത്തിൽ ജിത ഒരു സകല കലാ കായിക വല്ലഭയാണ്. സകല കലാ കായിക വല്ലഭ. സാധാരണ എല്ലാവരും ഒന്നില്ലെങ്കിൽ സകല കലാവല്ലഭ എന്ന് പറയാറുള്ളൂ. പക്ഷെ ഇത് സകല കലാ കായിക വല്ലഭ. എനിക്ക് ഇന്നത്തെ പെർഫോമൻസും പാട്ടും വളരെ 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 ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഡാൻസ് നല്ല ഗ്രേസ്, ഇപ്പോൾ ഇവരെ പറഞ്ഞല്ലോ, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കാണാൻ. നല്ല എന്താ പറയാ, മൂവ്മെന്റ്സ് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പല്ലവി എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയുടെയും ചലനത്തിനെയും പല ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് തന്നത്. അതിൽ ഒരേ ഒരു പ്രശ്നം തോന്നിയത് ആ രണ്ടാമത്തെ ഇളമാൻ കണ്ണേ, അതുപോലെ തന്നെ നേരം പുലരാറായി, അതിന്റെ ആ സംഗതി, അത് ക്ലാരിറ്റി കുറവാണ്. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. ഇന്ന് നമ്മുടെ സാറുമാരും ടീച്ചേഴ്സും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ അടുത്തും കൂടെ ഒന്ന് ചോദിച്ചോ. എച്ചമ്മന്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? മനോഹരമായിട്ട് പെർഫോം ചെയ്തു, മനോഹരമായിട്ട് പാടി. വളരെ സന്തോഷം, അഭിമാനം. സ്കൂളിന്റെ പേരിലെ എല്ലാ അഭിമാനവും ഈ സമയം രേഖപ്പെടുത്തുകയാണ്. മാർക്ക് അറിയാം അല്ലേ? ജിത, your time starts now. 95 96 97 97.5 98
പോരെ? എന്നാലും കുഴപ്പമില്ല, എന്നാലും. മതിയല്ലോ. Okay, Jida is going to be awarded 98.5 out of 100 today. Thank you, sir. പാടും കൂടമെടുത്ത് അഴഹാ പൂമ്പട്ടോടുത്ത് മച്ചാ 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 എന്നെ അപ്പൊ ജിതക്കുട്ടി ശരിക്കും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ ഒത്തിരി ഒത്തിരി പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റട്ടെ അല്ലേ? പെർഫോമർ ഓഫ് ദി ഡേ കൂടെ അല്ലേ? അതെ, നമ്മുടെ ജിതക്കുട്ടി. വണ്ടർഫുൾ, കൺഗ്രാറ്റ്സ്. Thank you, അപ്പൊ sir. നമ്മുടെ HM തന്നെ, ബഹുമാനിനെ HM തന്നെ അത് കൊടുത്താട്ടെ. വെൽക്കം സർ. ജിതക്കുട്ടിക്ക് നമ്മുടെ വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. Thank you. അമ്മ പറഞ്ഞു ജിതക്കുട്ടി 2 നേരം പല്ല് തേക്കാറില്ലെന്ന്, അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിട്ട് 2 നേരം പല്ല് തേക്കണം കേട്ടോ. തേക്കാതെ വരരുത്. അതെ. അപ്പൊ ജിതക്കുട്ടി താങ്ക് യു. മധുങ്കൾ ലേ ടീച്ചറുടെ കൂടെ പണ്ടത്തെ ഓർമ്മയിൽ ഒരു പാട്ടും കൂടെ പാടി നോക്കുന്നു. ആവാം. യെസ്. അപ്പൊ രണ്ടുപേരും സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലേ? Yes. പെർഫോമൻസ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഏതോ മൗനം ഇങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ. പവിഴങ്ങൾ പൊഴിയുന്ന മനസ്സെങ്കിലും കഴിയുന്നതൊരു കൂട്ടിൽ നീ ചുവരിന്ദ്ര നീലങ്ങളാണെങ്കിലും ചിറയാണതറിയുന്നു നീ. നോവിൻ മൗനം നിറയുമ്പോഴും നാവിൽ ഗാനം പൊഴിയുന്നല്ലോ അതു കേൾക്കേ ഇടനെഞ്ചിലറിയാതെ ഒരു കൊച്ചു നെടുവീർപ്പിലുരുകുന്നു ഞാനും. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ. ടീച്ചർ ഓ അടിപൊളി. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടിട്ട്. താങ്ക് യു സോ മച്ച്. എനിക്കും എന്താ പറയണ്ടേന്ന് അറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. കാരണം സാറ്, ജയചന്ദ്രൻ സാറ്, മാഡം, മധു സാറ്, ഇങ്ങനെയൊന്നും അത് സാറല്ല, അത് ചേട്ടൻ. അയ്യയ്യയ്യയ്യേ. അയ്യേ. മധുചേട്ടൻ. മധുചേട്ടൻ, ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഒരു പാട്ട് പാടുക, അതും ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും ഇറക്കുകയാണ്. നമ്മൾ എത്ര സിംഗറാണ് എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു ഫ്ലോറ് അതൊരു സ്വപ്നമാണല്ലോ എല്ലാവരുടെയും. ലേക്ക് സംഗീതത്തിൽ ലയമുണ്ടല്ലോ, അതല്ലേ വേണ്ടത്. അത് വളരെയധികം സന്തോഷമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഒന്നിച്ചു കൂടുന്നത് അല്ലേ? അതെ, അപ്പൊ ആ തീർച്ചയായും. ഒരു മൊമെന്റ് നമുക്ക് കൂടെ കാണാൻ പറ്റിയില്ലേ? അതാണ് വളരെയധികം സന്തോഷം. താങ്ക് യു. താങ്ക് യു ഓൾ ദി സർ. ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഓക്കെ ലയ, താങ്ക് യു. വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം കണ്ടതിൽ സന്തോഷം, ഒരുമിച്ച് പാടിയതിലും. തീർച്ചയായിട്ടും എനിക്ക് ഓക്കെ ലയ. അപ്പൊ ആര്യ ചേച്ചി, നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായി. നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുന്നേ നമ്മൾ മറക്കാതെ ബ്രഷ് ചെയ്യണം. ബ്രഷ് ബിഫോർ ബെഡ് അല്ലേ? കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി മുതൽ നമ്മൾ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യും 2 നേരം. ഓക്കെ,
രാവിലെയും രാത്രിയും അതെ പല്ല് തേക്കും. അതെ. നല്ല കാര്യമാണ്. അപ്പൊ മധു അങ്കിൾ നമ്മളെ എല്ലാരെയും പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ സീ യു.